തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര വീഴ്ച. രോഗിയെ ആംബുലൻസിൽ തന്നെ കിടത്തി. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് അരമണിക്കൂറോളം. ദൃശ്യം ജനം ടിവിക്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. നമ്മളെ വണ്ടിയിലും അതേപോലെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഗൈസ്, നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് അടിക്കട്ടോ. ഗൈസ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. കണ്ടില്ലേ, നമ്മളെ വണ്ടിയിലും അതേപോലെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗിയുമായി കാത്തുകിടന്നത് 2 ആംബുലൻസുകൾ. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആംബുലൻസ് ഡ്രൈവർ ജനം ടിവിയോട് പറഞ്ഞു. സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ കാത്തു നിൽക്കാനാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് നമുക്ക് ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ സാഹചര്യം കാണുന്നത്. അതായത് നമ്മളൊരു പേഷ്യനെ കൊണ്ടുപോയ സമയത്ത് നമുക്ക് ട്രോളി ഇറക്കാൻ പോയിട്ട് ഒരാൾ എന്താ കേസ് അന്വേഷിക്കാൻ പോലും ഒരാൾ വരുന്നില്ല അവിടെ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് കണ്ടുവരുന്നത്. അതായത് നമ്മൾ വന്ന സമയത്ത് തന്നെ നമുക്ക് എപ്പോഴും ട്രോളി കാര്യങ്ങളായിട്ട് അവർ വരാറുള്ളത്. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ വരുന്നില്ല. നമ്മളെന്നിട്ട് പോയിട്ട് ബൈസ്റ്റാൻഡർമാരും എല്ലാവരും പോയി സംസാരിച്ചിട്ട് പോലും ഒരാൾ വന്നിട്ടില്ല. ഒരു സെക്യൂരിറ്റി ആൾ വന്നു, പക്ഷേ ആൾ നോക്കി പോയി, അല്ലാതെ ഒരാൾ വന്നിട്ടില്ല എത്ര നേരം. കോളേജിൽ നിന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആംബുലൻസിൽ രോഗിയെ എത്തിച്ചു കഴിഞ്ഞ് അരമണിക്കൂറോളം കാത്തു കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തായാലും ആംബുലൻസ് ഡ്രൈവർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് രോഗിയുമായി കാത്തു കിടന്നത്. 2 ആംബുലൻസുകളാണ്. ആശുപത്രിയിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് അന്ന് ഡ്രൈവറെ കൊണ്ടുവന്നപ്പോൾ നിലയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അതായത് ആ ഡ്രൈവറെ ഇവിടെ എത്തിച്ചതിന് ശേഷം അത്യാഹിത വാർഡിന് മുന്നിൽ 45 മിനിറ്റോളം ആംബുലൻസിൽ ചോര വാർന്നു കിടക്കേണ്ട, രക്തം വാർന്നു കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇവിടെ വരുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അങ്ങനെയല്ല സംഭവങ്ങൾ, അങ്ങനെയല്ല മെഡിക്കൽ കോളേജിന്റെ നിലപാട്, അല്ല ഡോക്ടർമാരുടെ നിലപാട്, അവരുടെ സമീപനം അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവിടെ രോഗിയുമായി എത്തിയ, അതായത് മറ്റൊരു ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ രോഗിയുമായി എത്തി ആ ആംബുലൻസ് ഇവിടെ കാത്തു കിടക്കേണ്ടി വന്നത് അരമണിക്കൂറോളമാണ്. അതായത് സ്ട്രെച്ചർ പോലും എടുത്ത് നൽകാതെ, അല്ലെ രോഗിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ, അടിയന്തര ചികിത്സ നൽകാതെ ആംബുലൻസിൽ തന്നെ കടത്തിയത് അരമണിക്കൂറോളം. ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നു, ആ KSRTC ഡ്രൈവർ കടന്നത് 45 മിനിറ്റെങ്കിൽ രണ്ടാമത്തെ സംഭവം അതേ ദിവസം തന്നെ സമാന സ്ഥലത്തുണ്ടായിരിക്കുന്നു. 30 മിനിറ്റോളം ഈ രോഗി ഇവിടെ കിടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ആദ്യമെത്തിയ ആംബുലൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെ എത്തുന്ന ആംബുലൻസിലും രോഗി ഇവിടെ കാത്തു കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതായത് ഇടപെടൽ ആംബുലൻസുകാർ കൃത്യതയോടുകൂടി ആ ദൃശ്യങ്ങൾ സഹിതം എടുത്ത് പുറത്തേക്ക്, അല്ലെ പുറം ലോകത്തേക്ക് അറിയിക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂരിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചകൾ തുടർക്കഥയാവുന്നു. അതേപോലെ തന്നെ രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാതെ ആംബുലൻസിൽ തന്നെ ഇട്ടിരിക്കുന്നത് സമാന സംഭവങ്ങളായി തുടർക്കഥയായി വീണ്ടും തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരികയാണ്. വിനോദ്, അതെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഗുരുതരമായ വീഴ്ച ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആംബുലൻസിൽ രോഗിയെ എത്തിച്ച് അരമണിക്കൂറോളം കാത്തു കിടന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ വരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അപ്പാടെ ആടി ഉലയുന്ന സാഹചര്യമാണ്.